ഹലോ, പോകാം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പാരീസ് ഡിസ്നി വേൾഡിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. മനോഹരമായ നയനാനന്ദകരമായ കാഴ്ചകൾ നമ്മെ വരവേൽക്കുന്നു. ഇതാ പൂച്ചെടികൾ. ഈ പൂക്കൾ ജനങ്ങളുടെ, മനുഷ്യരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു തന്നെയാണല്ലേ. മനസ്സിനും അതുപോലെ തന്നെ സന്തോഷത്തിലുമൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. നോക്കൂ, ഫൗണ്ടനുകൾ, അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് തന്നെ ഒരു ഭംഗി കൂടുതലുണ്ട്. വളർന്നു നിൽക്കുന്ന ചെടികൾ, പൂന്തോപ്പുകൾ, ഫൗണ്ടനുകൾ എല്ലാം സമ്പന്നമാണ് ഈ ഡിസ്നിലാൻഡ്. കെട്ടിടങ്ങളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനോഹരമാക്കി എന്നെന്നും മനസ്സിൽ തങ്ങുന്ന രീതിയിലേക്ക് നമ്മെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ. നോക്കിയേ, ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭംഗി, കൊട്ടാര സമുച്ചയം, ഡിസ്നിലാൻഡ്. എന്തോ ഒരു കലാരൂപ ഭംഗി ഉള്ള ആർക്കിടെക്ട്. ഇവിടെ വളരെ വിശാലമായ വിസ്തൃതിയുള്ള ഗാർഡനുകൾ. അന്തരീക്ഷം കാർമേഘമുഖരിതമാണ്. സൂര്യൻ എത്തി നോക്കിയിട്ടില്ല. മഴ ഉണ്ടാകുമോ എന്ന ഒരു ചിന്ത ഉണ്ട്. ആളുകൾ നടക്കാനും അതുപോലെ തന്നെ വിനോദിക്കാനുമായി ഇവിടെ എത്തുന്നു. എന്താ നോക്കുവോ, ഡിസ്നിലാൻഡിലെ രൂപം നോക്കിയേ. സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് തന്നെ ഒരു അതിചാരുത. രാത്രി ലൈറ്റിട്ട് കാണുന്ന പാരീസിനെ വളരെ ആകർഷകമാണ്. വെളിച്ചത്തിൻ്റെ നഗരം എന്നാണ് പാരീസ് അറിയപ്പെടുന്നത്. രാത്രി തന്നെ കാണണം അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ. ഇതാ വലിയൊരു കവാടം നമ്മെ സ്വാഗതം ചെയ്തിരിക്കുന്നു. പോകാം, എന്തൊക്കെ ഉണ്ടെന്നറിയാലോ. ഒന്നിനൊന്ന് മികച്ച കാഴ്ചകൾ. ഓരോന്നും വ്യത്യസ്തമായ ഫ്രെയിമുകളാണ്. ഇതാ ഇവിടെയുണ്ട് ഷോപ്പിംഗ് സെൻ്ററുകളെല്ലാം. വേൾഡ് ഓഫ് ഡിസ്നി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. സ്വാഗതം അരുളിക്കൊണ്ട് ധാരാളം ആളുകൾ ഇതിനുള്ളിലുണ്ട്. ഇതൊന്നും വിശദീകരിക്കാൻ കഴിയില്ല, അത്രയും മനോഹരമാണ്. രൂപം നഷ്ടപ്പെട്ട ബിംബങ്ങളും ഇവിടെ ഉണ്ട്. ലോകത്തിലെ പ്രശസ്തമായ പാരീസിലെ മ്യൂസിയമാണ്. ചിത്രങ്ങൾ, പെയിന്റുകൾ ഒക്കെ ഇവിടെ കാഴ്ച വസ്തുവായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒറിജിനൽ ആണ് കേട്ടോ. ഇതിൻ്റെ കോപ്പികളാണ് വിപണിയിലെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ
വില മതിക്കാനാകാത്ത ചിത്രങ്ങളും പേജുകളാണിവ. ഇനി കോടികൾ കൊണ്ട് നിങ്ങൾ വാങ്ങാൻ ചെന്നാൽ കിട്ടുമെന്ന് കരുതേണ്ട. ഒരു കാരണവശാലും എത്ര കോടികൾ നൽകിയാലും ഇവ വിൽപ്പനയ്ക്കുള്ളതല്ലെന്നാണ് അവർ പറയുന്നത്. പാരീസിൻ്റെ, ഫ്രാൻസിൻ്റെ പൈതൃകമായി ലോകത്തിന് കാഴ്ചവെച്ചിരിക്കുകയാണ്. അവരുടെ പൈതൃക സ്വത്താണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഛായാചിത്രമാണ് മോണാലിസ. 1503 1506 ഇടയ്ക്ക് ലിയാനോർഡോ ഡാവിഞ്ചിയാണ് ഇത് വരച്ചത്. ഞാൻ കരുതിയിരുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നും വരച്ചെടുത്ത കളർ നൽകിയ ചിത്രമാണെന്നാണ്. അല്ലട്ടോ, ശരിക്കും ജീവനുണ്ടായിരുന്ന ഒരു യുവതിയുടെ ചിത്രമാണ് ഇത്. ഫ്രാൻസ് കോദൽ ജിയോകോണ്ടോ എന്ന ഫ്ലോറൻസ്കാരനായ ഭാര്യയായിരുന്നു മോണാലിസ. അതിനാൽ ലാജിയോകോണ്ടെ എന്ന പേരുമുണ്ട്. പാരീസിലെ ലൂവ്രോ മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. ഒരു ഗാലറിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പിന്നിൽ ഇതാ മോണാലിസ തൂങ്ങിക്കിടക്കുന്നു, ഏവരുടെയും മനം കവർന്ന്. ഏകദേശം 14 വർഷം സമയമെടുത്തു ഇത് വരച്ച് പെയിൻറ് ചെയ്യാൻ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ചിത്രകാരൻ ലിയാനോർഡോ ഡാവിഞ്ചിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വിവാഹിതനല്ല എന്നതാണ്. നോക്കൂ, എത്ര ആകർഷകമാണ്. ഇവരുടെ ഈ പുഞ്ചിരിയാണ് പോലും ഏവർക്കും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത്. ഏറ്റവും നിഗൂഢമായ ഒരു പുഞ്ചിരി ഇപ്പോഴും നമ്മെ മയക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, അതിനത്ര വലിയ ഫോട്ടോകളൊന്നുമല്ല.